എസ് രാജേന്ദ്രൻ LDF സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി D കുമാറിന്റെ ഹർജിയിൽ ഉത്തരവിലാണ് ദേവികുളത്തെ നിലവിലെ MLA A രാജയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കിയെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ഇതിനോട്? കോടതി വിധിയോട് പ്രതികരിക്കാനാവില്ലല്ലോ. പക്ഷെ അത് പ്രതീക്ഷിച്ച വിധിയല്ല, എതിരായി പോയി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് കോടതി വിധിയോ മറ്റോ ഒന്നും കണ്ടുകൊണ്ടല്ല. അവിടുത്തെ റിസർവേഷൻ എന്നുള്ളതിന്റെ ഭാഗമായി ഒരു സ്ഥാനാർത്ഥി സ്ക്രൂട്ടണി കഴിഞ്ഞ് മത്സരത്തിൽ വന്നു, ജയിച്ചു, ജനങ്ങൾ വോട്ട് ചെയ്തു. അതെല്ലാം ഇടതുപക്ഷത്തിന്റെ ഒരു ഭാഗമായി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വന്നതിന്റെ ഭാഗമായി സാധാരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചില കേസുകൾ ഇങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കണ്ടെത്തല് ഒരു പ്രതികൂല സാഹചര്യത്തിൽ വന്നുപോയി എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ അതുകൊണ്ടായില്ല. പാർട്ടി വീണ്ടും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇതിന്റെ മേൽ നടപടികളിലേക്ക് എന്തെങ്കിലും അപ്പീലോ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു വിധി ആയിപ്പോയി എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഹർജിക്കാരന്റെ വാദം എന്നത് പട്ടികജാതി സംവരണ മണ്ഡലമാണല്ലോ ഈ ദേവികുളം. അവിടെ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി എന്നുള്ള ആരോപണമാണ്. അത്തരത്തിൽ ഒരു നേതൃത്വത്തിന് അതുമായി വല്ല ബന്ധമോ അല്ലെങ്കിൽ അതുമായി സംബന്ധിച്ച് വല്ലോ വിശദീകരണമോ നൽകുവാനുണ്ടോ? ഞാനിപ്പോ അതിന്റെ ഭാഗമായി അല്ല എങ്കിലും നേതൃത്വം ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഒരാളിനെ സാധാരണ നല്ലപോലെ വിശദമായി മനസ്സിലാക്കിയിട്ടാണ് ഒരാളെ ശുപാർശ ചെയ്യുക. അതിലൊരു വീഴ്ച എങ്ങനെ വന്നു എന്നുള്ളതിന് ഇപ്പൊ എനിക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനോ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. എന്താണേലും കോടതി കണ്ടെത്തിയതിനെ നമുക്ക് അതിന്റെ മേലിലുള്ള ഒരു വിമർശനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല.